ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നലെ ഉണ്ട് നമ്മുടെ ഓണം. പറഞ്ഞു ഓണം ചെന്നൈയിലാണല്ലോ. അപ്പം നല്ല തിരക്കാണ് കേട്ടോ. ഇന്നലെ പൂക്കളൊക്കെ ഇട്ട് ഉറങ്ങിയപ്പോൾ സമയം 3:30 അപ്പം അത് കാരണം എഴുന്നേക്കാൻ ലേറ്റ് ആയിരുന്നില്ല. ഒരു 7:30 ആകുമ്പോഴേക്കും എഴുന്നേറ്റ് ഞങ്ങൾ പിന്നെ കറി അതൊക്കെ വെച്ച് വന്നപ്പോൾ ഇച്ചിരി ലേറ്റായി. ഇപ്പം പായസം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. പാലടൊക്കെ വെച്ച് കഴിഞ്ഞ് അടപ്രഥമൻ 2 പായസം ഉണ്ട്. അടപ്രഥമൻ ഉണ്ടാക്കുന്നുണ്ട്. അടപ്രഥമൻ അതുണ്ടാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് ചേച്ചി അവിടെ വെച്ചുകൊണ്ടിരിക്കുക. അത് കഴിഞ്ഞിട്ട് വേണം എനിക്ക് റെഡിയാവാൻ. കുഞ്ഞിൽ കിടന്നുറങ്ങി ഉണ്ണിനൊക്കെ റെഡിയാക്കിയിട്ടോ. ഉണ്ണി ഉറങ്ങി ഉണ്ണിനെ റെഡിയാക്കി. ഇപ്പോൾ കാണിക്കാൻ പറ്റില്ല. പിന്നെ മേക്കപ്പൊക്കെ ചെയ്ത് പൗഡറൊക്കെ പൊത്തി വെച്ചിരിക്കുക. കാണിക്കാൻ പറ്റില്ല. പിന്നെ ഇവിടെ ഒരാൾ കിടന്ന് മേക്കപ്പ് ചെയ്തിട്ടുണ്ട്. കുഞ്ഞിൽ ഉറങ്ങാട്ടോ. അതാണ് കാണിക്കില്ല. മേക്കപ്പ് ചെയ്ത് വെച്ചിരിക്കല്ലേ, അതാണ് കാണിക്കില്ല. പിന്നെ ഞങ്ങൾക്ക് റെഡി ആവണം. പിന്നെ സദ്യ ഉണ്ണണം. പിന്നെ പൂക്കളൊക്കെ ഇന്നലെ ഇട്ടു. ഇന്നലെ രാത്രി ഇട്ട് വന്നാലും കുറച്ച് ഡെക്കറേഷൻ ഇന്ന് ഉണ്ടായിരുന്നു. കാലത്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് റീൽസൊക്കെ എടുക്കണം എന്നുണ്ട്. ഷോർട്സൊക്കെ എടുക്കണം എന്നുണ്ട്. അപ്പം അതിനൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പം എടുക്കണം. അങ്ങനെ പിന്നെ പ്രത്യേകിച്ചൊന്നുമില്ല കേട്ടോ. റെഡിയായിട്ട് നല്ല കുട്ടിയായി നിൽക്കേണ്ട. റെഡിയായിട്ട് ഞങ്ങളൊന്നും ഒരുങ്ങിയിട്ടില്ല. അവളെ കാണിച്ചിട്ട് അപ്പോൾ ഫുഡൊക്കെ എല്ലാവരും വിളമ്പി വെച്ചിട്ടുണ്ട്. പിള്ളേർ താഴെയാണ് ഇരിക്കുന്നത്. ഞങ്ങൾ ആൾക്കാരൊക്കെ മേലെയാണ് തരുന്നത്. അപ്പോൾ സാമ്പാർ, അവിയൽ, ക്യാബേജ്, മാമ്പഴപ്പുളിശ്ശേരി, കാളൻ, ഓലൻ, കിച്ചടി, പച്ചടി അതന്നെ. പിന്നെ പൈനാപ്പിൾ കറി, പിന്നെ 2 തരം അച്ചാറുണ്ടായിരുന്നു, ഇഞ്ചമ്പുളി, ശർക്കര വരട്ടി, ഉപ്പേരി, പിന്നെ 2 തരം പായസം, പാലട പായസവും അടപ്രഥമനും ഉണ്ടാകും. എന്നിട്ടത് പഴം കൂട്ടി മിക്സ് ചെയ്തിട്ടാണ് കഴിച്ചത്. അപ്പോൾ ഇതൊക്കെ പപ്പടം ഉണ്ട് കേട്ടോ. പപ്പടമാണല്ലോ മെയിൻ. അപ്പോൾ ചേച്ചിയാണെങ്കിൽ ചേച്ചിയുടെ സാരി എടുത്തിട്ട് ശരിയായില്ല എന്ന് പറഞ്ഞിട്ട് ചേച്ചിക്ക് ഞാനിത് ഊരിക്കളയാൻ പോവാന്നൊക്കെ പറഞ്ഞ് നിൽക്കാമെന്ന് കേട്ടോ ചേച്ചി. അത് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു ഞങ്ങളവിടെ. അപ്പോൾ ഈ പിള്ളേരെ ഇവിടെ ഇരുന്ന് ഫുഡ് കഴിക്കുന്നുണ്ട്. ഈ ഡ്രസ്സ് പപ്പ തയ്ച്ചതാണ് കേട്ടോ, പിള്ളേർക്ക് വേണ്ടിയിട്ട്. പപ്പ തയ്ച്ചതാണ്. നാട്ടിൽ നിന്ന് വരുമ്പോൾ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്നത്. കറക്റ്റ് ഇച്ചിരി ലൂസാണെങ്കിൽ ഇവിടെ വന്ന് അത് ഓൾട്ടർ ചെയ്ത് ശരിയാക്കി ഇപ്പം കറക്റ്റ് ഫിറ്റായി. ഇപ്പം എല്ലാവർക്കും ഇഷ്ടമായിട്ടാണ്. പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ പിള്ളേർ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളിപ്പോൾ അവിടെ ഇരുന്ന് കഴിക്കും. മേലെ ടേബിൾ മീന്ന് കഴിക്കും. ഇതാണ് അത്തപ്പൂക്കളം. ഇതാണെങ്കിൽ ഇന്നലെ ഞങ്ങൾ 3:30 വരെ ഇതിൻ്റെ പിന്നിൽ തന്നെയായിരുന്നു. പക്ഷേ ഇത് ഇടാൻ ഇച്ചിരി ലേറ്റായി തുടങ്ങി. സ്റ്റാർട്ട് ചെയ്യാനും ലേറ്റായിരുന്നു. അപ്പോൾ അതായിരുന്നു പൂക്കളം. പിന്നെ കുറച്ച് ഡെക്കറേഷനൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരാളെൻ്റെ മീത്ത് വന്നിരിക്കുന്നുണ്ട് കേട്ടോ. ആളുറങ്ങിയൊന്നുമില്ല. ആൾക്ക് ഇച്ചിരി വാശി ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇവിടെ എത്തിയപ്പോൾ ഒരു തൊട്ട് ഇച്ചിരി വാശി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. വാശിയുള്ള കൂട്ടത്തിട്ടായിരുന്നു. അപ്പോൾ ആൾക്ക് ഞാൻ മാമ്പഴപ്പുളിശ്ശേരി അതൊക്കെ വെച്ച് കൊടുക്കണം കേട്ടോ. കൂട്ടിൽ ഞാനിരുന്ന് കഴിക്കേണ്ട, ആരെക്കൂടെയും പോകണ്ടായിരുന്നില്ല. അപ്പം ഞാൻ തന്നെ ഇരുന്ന് ഫുഡൊക്കെ കൊടുത്തിരുന്നത്. അപ്പോൾ എന്താ പറയുക, ഞങ്ങളിരുന്ന് കഴിക്കാം. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഓരോ തമാശകളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കേട്ടിരിക്കാം. അപ്പോൾ എല്ലാവരെയും കാണുമ്പോൾ മൂപ്പര് ഇരുന്ന് അവരെയും കളിയാക്കുന്നുണ്ടിരുന്നിട്ട്. അപ്പോൾ ഞങ്ങൾ പായസം വിളമ്പണം, ഫുഡ്, വേറെ കറികൾ ഞങ്ങളെല്ലാവരും വട്ടത്തിരുന്ന പിള്ളേരെ കഴിക്കൽ കഴിഞ്ഞപ്പോഴേക്കും ഒന്നിച്ചിരി അലമ്പായ കാരണം ആരെങ്കിലുമൊക്കെ ഇടയിൽ കൊടുക്കണ്ടേ. അത് കാരണം അവർ കഴിച്ച് കഴിഞ്ഞിട്ടാണ് ഞാൻ കഴിച്ചത് കേട്ടോ. അപ്പോഴേക്കും അവർ 2 ട്രിപ്പ് ഒക്കെ ആയി തുടങ്ങി. അങ്ങനെയായിരുന്നു കേട്ടോ. അപ്പം ഞങ്ങളുടെ ഓണം അടിപൊളിയായിരുന്നു. ഉണ്ണിയുണ്ടായിട്ട് ആദ്യമായിട്ടാണ് കേട്ടോ ഇവിടെ എന്തെങ്കിലും ഇതുമാതിരി ഫംഗ്ഷനിൽ കൂടാൻ വരുന്നത്. അല്ലെങ്കിൽ മിക്കപ്പോഴും ഞാൻ നാട്ടിൽ തന്നെ കൂടാറ്. പിന്നെ കല്യാണം കഴിഞ്ഞ് ഒരു വട്ടം മാത്രമേ ഞാനിവിടെ ഓണത്തിനവിടെ ഒരു പ്രാവശ്യമാണ് ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ എല്ലാ കൊല്ലവും നാട്ടിൽ തന്നെയായിരുന്നു കേട്ടോ. പിന്നെ ഇത് ഇച്ചിരി സ്പെഷ്യൽ തന്നെയായിരുന്നു. കാരണം ഉണ്ണിയുള്ള കാരണം. ഉണ്ണിയുടെ ഫസ്റ്റത്തെ അല്ല, 2ാമത്തെ ഓണം. പക്ഷേ അത് ചെന്നൈയിലായിരുന്നു. അപ്പം പിള്ളേർക്കും അവർക്കും ഞങ്ങൾക്കും ഒരിതായിരുന്നു. അങ്ങനെയായിരുന്നു കേട്ടോ. ആൾക്ക് മടുത്തു തുടങ്ങി. ആൾക്ക് ദേഷ്യം വന്ന ടേബിളൊക്കെ ചവിട്ടി കൂട്ടി ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ.
അപ്പോൾ ചേച്ചി എടുക്കാൻ വന്ന് നിൽക്കണമെന്നാണ്. പക്ഷേ അവൾ കൂട്ടാക്കണുണ്ടായിരുന്നില്ല. എന്നാലും ചേച്ചി കുറേ നോക്കിയിട്ട് എടുക്കാൻ, പക്ഷെ അവൾ പോകണ്ടായിരുന്നില്ല. അവൾ പാരക്കയിൽ അങ്ങനെ പോയില്ല. എന്നെ കണ്ടു കഴിഞ്ഞാൽ എപ്പോഴും എൻ്റെ കൂടെ, എന്നെ കണ്ടില്ലെങ്കിൽ പിന്നെ കുഴപ്പമൊന്നുമില്ല കേട്ടോ. ആൾ എത്ര നേരം വേണമെങ്കിലും ഇരുന്നാലും. പക്ഷെ എന്നെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ ആളിരിക്കൽ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അത് കാരണം ഞാൻ മിക്കപ്പോഴും അതിൻ്റെ ഫ്രണ്ടിൽ പോകാറില്ല. അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിച്ചു തുടങ്ങി. ഫുഡ് കഴിച്ച് കഴിയാറായി. ഞാൻ 1-2 ട്രിപ്പൊക്കെ കഴിച്ചു ഫുഡ്. കാരണം അത്ര വിശപ്പെടാൻ ഞാൻ മനസ്സിൽ ഇച്ചിരി ലേറ്റായിട്ട് ഞങ്ങൾ ഫുഡ് കഴിച്ചാണ്. അപ്പോൾ ഞങ്ങൾ അങ്ങനെ ഞങ്ങൾ താഴെ ഷോർട്സൊക്കെ ഒരു കാര്യമൊക്കെ കഴിച്ച് ഞങ്ങൾ പുറത്തേക്ക് പോയതാട്ടാ. അപ്പം മുപ്പേക്ക് ലിഫ്റ്റിൽ കയറാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ലിഫ്റ്റിൽ കയറിപ്പോൾ തന്നെ നിൽക്കണം, പിന്നെ ഇറങ്ങില്ല ലിഫ്റ്റിൽ നിന്ന്. അങ്ങനെ നമ്മൾ താഴെ ഇവിടെയുള്ള ഒരു പ്ലേ ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ ഒരു ഷട്ടിലും അങ്ങനെയൊക്കെ കളിക്കണ ഒരു സ്ഥലമുണ്ട്. അവിടേക്കായിട്ട് നമ്മൾ പോകണം കേട്ടോ. അപ്പോൾ അങ്ങോട്ട് ഞങ്ങൾ പോയിട്ടുണ്ട്. അപ്പം അങ്ങോട്ട് പോവാണ്. അവിടെ വെച്ചിട്ടുണ്ട് നല്ല ബാക്ക്ഗ്രൗണ്ടൊക്കെ നല്ല അടിപൊളി. ചേച്ചൻ ചേട്ടനും ഫ്രണ്ടിൽ നടപ്പുണ്ട്. എൻ്റെ കുഞ്ഞാണ് ഇവിടെ ഉണ്ട്. അയ്യോ ഇവിടെ നമ്മൾ പോന്നു കുഞ്ഞല്ലേ, ഉറങ്ങി കരഞ്ഞ് ബഹളം ഉണ്ടാക്കിയിരുന്ന ആളും കേട്ടാ. ചിരിച്ച് മയങ്ങിയിരിക്കുന്ന ആൾ. അങ്ങനെ നമ്മൾ വീഡിയോ ഒക്കെ എടുത്തു. അപ്പോഴേക്ക് ഇരുട്ടായി തുടങ്ങിയിട്ടാ. ഞങ്ങൾ ഇച്ചിരി നേരത്തെ വരേണ്ടതായിരുന്നു, പക്ഷെ ഞങ്ങൾ പറഞ്ഞില്ല ഇച്ചിരി ലേറ്റായിരുന്നു. അത് കാരണം ഞങ്ങൾ വരുമ്പോഴേക്ക് ഇച്ചിരി ലേറ്റായി. അപ്പോൾ ലൈറ്റൊക്കെ പോയി തുടങ്ങി. എന്നാലും ഞങ്ങൾ റീൽസൊക്കെ എടുത്തു, അഡ്ജസ്റ്റ് ചെയ്തെടുത്തു. ബാക്കിയുള്ളത് എന്തെങ്കിലും ചെയ്യാം എന്ന് വിചാരിച്ച് ഞങ്ങൾ എടുത്തു വിട്ടാ. അങ്ങനെ ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ കാര്യങ്ങളൊക്കെ എടുത്ത് ഞങ്ങൾ പോവാണ്. ക്ഷീണമായിട്ടാ എല്ലാവർക്കും ക്ഷീണമായി. അപ്പം ഞങ്ങളുടെ ഫുഡ് അടി കഴിഞ്ഞു കേട്ടോ. രാത്രിയിട്ട പ്രത്യേകിച്ച് കാലത്തെ കറികൾ തന്നെയാണ് ഇപ്പോഴുള്ളത്. തീരെ വയ്യ. കാരണം ഓണായിട്ട് കാലത്ത് നേരത്തെ എഴുന്നേറ്റു. പിന്നെ ഫുള്ള് റെസ്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അല്ലെങ്കിൽ ഇരിക്കും കിടക്കൊക്കെ ചെയ്യാറുള്ളത് ഒന്നും നടന്നില്ല കേട്ടോ. അതായത് എല്ലാവർക്കും കാലുവേദനയും മേലുവേദനയും ഒക്കെ ഉണ്ട്. നേരത്തെ കിടന്ന് ഉറങ്ങണമെന്ന് വിചാരിക്കും. അല്ല ചേട്ടാ, കുഞ്ഞിലേക്ക് ഇവിടെ ഉറക്കം വന്നിട്ട് കരച്ചിലായിരുന്നു. പക്ഷെ റൂമിലെത്തുമ്പോൾ ആൾക്ക് ചൂടിൻ്റെ പ്രശ്നമാണെന്ന് തോന്നുന്നു. AC-ൽ വന്നിരിക്കുമ്പോൾ കുഴപ്പമില്ല. ചൂടത്ത് പോയിരിക്കുമ്പോൾ നല്ല ഇടച്ചൽ ബഹളമായിട്ട് വീണ്ടും കിടന്ന് കൊണ്ടുവരുമ്പോൾ റൂമിലേക്ക് കൊണ്ടുവരുമ്പോൾ ചിരിച്ചിരിക്കും. അങ്ങനെയാണ്. ഇപ്പം AC-യുടെ അവിടേക്ക് വന്നപ്പോൾ ചിരിച്ചിരിക്കും. ചേട്ടൻ ഇവിടെ അടുത്ത് തന്നെ ഇരിക്കുന്നത്. പിന്നെ അപ്പം ഇന്ന് നേരത്തെ ഉറങ്ങാനാണ് പ്ലാൻ. അറിയില്ല ഉറങ്ങില്ലയോ, ഇനി വർത്തമാനം പറഞ്ഞിരിക്കുമെന്ന് അറിയില്ല. അപ്പം ഇത് കുറച്ച് ഉണ്ടാവുന്നുള്ളൂ. കാരണം അധികം എടുക്കാൻ പറ്റിയില്ല. കാരണം ഓണത്തിൻ്റെ തിരക്കൊക്കെ ആയ കാരണം അങ്ങനെ എടുക്കാൻ പറ്റിയില്ല, സമയം കിട്ടിയില്ല അങ്ങനെ പറയാം. അപ്പം വേറെ കുറേ വീഡിയോസ് എടുത്തു. പിന്നെ ഉണ്ണിയുടെ കാര്യം നോക്കണമല്ലോ. ഉണ്ണിയുടെ കാര്യങ്ങൾ നോക്കണം. അവള് ഇന്ന് ഫുൾ അടച്ചലാണ്. എന്തോ ഞാൻ പറഞ്ഞില്ല, ജലദോഷം മാറിയിട്ടില്ല. അപ്പം അങ്ങനെയൊക്കെ ഉണ്ട്. പിന്നെ എനിക്കും വയ്യ, അങ്ങനെയൊക്കെ. അതാനൊന്ന് ശരിക്കും അങ്ങോട്ട് വീഡിയോ എടുക്കാൻ പറ്റില്ല. അന്ന് എനിക്ക് പറ്റണ പോലെ ഞാൻ എടുത്തിട്ടുണ്ട്. അങ്ങനെ അപ്പം ഇനി നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം കേട്ടോ. അപ്പം നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ആ ബെല്ലൈക്കണം ഒന്ന് നീക്കി സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അറിയില്ലെങ്കിൽ ചെയ്തോളാം. അപ്പോൾ അത്രേ ഉള്ളൂ.